കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ ഒന്ന് മൈസൂർ വരെ പോയി. അപ്പോൾ ഫോണിലെടുത്ത കുറച്ച് വീഡിയോസിൻ്റെ ഷോർട്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷം കൂടിയതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസൊന്നും എടുത്തില്ല, സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കൂട്ടുകാരെല്ലാവരും കൂടെ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളൊരു സംസാരത്തിൻ്റെ പുറത്തുനിന്നാണ് ഈ യാത്ര. ഒരു ദിവസം നമുക്ക് മൈസൂർ വരെ പോയി വരാമെന്നുള്ളത് അങ്ങനെ തുടങ്ങിയതാണ് യാത്ര ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങളൊരു വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയാകുമ്പോൾ കാട് കയറി. അപ്പോൾ ഞങ്ങൾ മുത്തങ്ങ അടുത്ത് സ്റ്റേ ചെയ്തു. കാരണം 9 മണിക്ക് കാട് അടക്കുമല്ലോ, പിന്നെ കയറാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്നിട്ട് രാവിലെ 6 മണിക്ക് കാട് തുറക്കുമ്പം കയറാം എന്നുള്ള പ്ലാനിൽ അങ്ങനെ രാവിലെ ഒരു 8 മണിയായപ്പോൾ ഞങ്ങൾ കാട് കയറി. ഭയങ്കര അടിപൊളിയായിരുന്നു. മഴയൊക്കെ പെയ്ത കാരണം നല്ല പച്ചപ്പുള്ള കാട് കാണാൻ പറ്റി. പിന്നെ ഒരുപാട് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റി യാത്രയിൽ. ആനയും ഒരുപാട് ആനക്കൂട്ടങ്ങളുണ്ടായിരുന്നു. പിന്നെ മയിൽ, അതുപോലെ മാനുകൾ, കുരങ്ങന്മാർ, അങ്ങനെ കുറേ ജീവികളൊക്കെ ഉണ്ട്. എല്ലാം ഒന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എടുക്കാൻ പറ്റിയ കുറച്ച് ഷോർട്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആനക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. തള്ളയാനകളും കുട്ടിയാനകളൊക്കെ ആയിട്ട് ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. അവിടുന്ന് മുത്തങ്ങ വഴി മൈസൂർ എന്നായിരുന്നു പ്ലാനിങ്. അപ്പം അവിടെയൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു, പച്ചക്കറിത്തോട്ടങ്ങളും അങ്ങനെയുള്ള സൂര്യകാന്തി തോട്ടങ്ങളൊക്കെ. പക്ഷേ എല്ലാം ഒന്നും ഞങ്ങൾ വീഡിയോയിൽ പകർത്തിയിട്ടൊന്നുമില്ല, പറ്റാവുന്നത് മാത്രം. ബാക്കി ഞങ്ങളെ തമാശകളും സംസാരങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ മൈസൂരെത്തി. മൈസൂരിൽ നിന്ന് ഞങ്ങൾക്ക് സൂവും അതുപോലെ പാലസും അടുത്തടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടിൻ്റെയും ഇടയിലായിട്ടുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ വണ്ടി പേ ആൻഡ് പാർക്കിങ്ങിൽ ഞങ്ങൾ വണ്ടി നിർത്തി. എന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ കഴിക്കുന്നത്. രാവിലെ അങ്ങനെയൊന്നും കാര്യമായിട്ട് കഴിച്ചില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ സൂവിലോട്ട് പോയി. അവിടെ നിന്ന് ഫസ്റ്റ് സൂവിൽ അണ്ടർപാസ് വഴി അങ്ങോട്ട് കയറി ചെല്ലണം. സൂവിൽ ഒരുപാട് മുന്നേ വന്നതായിരുന്നു. ഞാനൊരു +1 +2 പഠിക്കുന്ന സമയത്ത് കോളേജ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിന് മുന്നേ സൂവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ മാറ്റങ്ങളൊക്കെ കാണാം എന്നൊക്കെയുള്ളൊരു ഇതുണ്ടായിരുന്നു മനസ്സിൽ. അങ്ങനെ ഞങ്ങൾ അണ്ടർപാസ് വഴി അപ്പുറത്തോട്ട് കടന്നപ്പം ഒരു കൂട്ടുകാരൻ മുന്നേ പോയിട്ട് അവൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈനായിട്ടും എടുക്കാൻ തോന്നുന്നു. അവൻ അവിടെ പോയി ടിക്കറ്റ് എടുത്ത് റെഡിയാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സൂവിലോട്ട് കയറി ചെന്ന് ഫ്രണ്ട് പാസ്സൊക്കെ ഭയങ്കര അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ, റോഡിലെ ട്രാഫിക്കൊക്കെ കുറക്കാൻ. പക്ഷെ എന്നാലും റോഡിൽ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ സൂവിൻ്റെ ഫ്രണ്ടിലോട്ടാണ് കയറി ചെല്ലുന്നത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ച് ചെക്കിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിലോട്ട് കയറാം. അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അതിന് മൈസൂർ സൂ എന്ന് പറയുകയാണെങ്കിലും ഇതിൻ്റെ ശരിക്കുള്ള പേര് ചാമരാജേന്ദ്ര സൂവോളജിക്കൽ ഗാർഡൻ എന്നാണ് ഇതിൻ്റെ പേര്. അതായത് മൈസൂർ മഹാരാജ 23ാമത്തെ മൈസൂർ മഹാരാജാവായിരുന്ന ചാമരാജവാദ്യർ എന്ന് പറയുന്ന ആളാണ് ശരിക്കും ഇതിൻ്റെ സ്ഥാപകനായിട്ട് വരുന്നത്. പിന്നീട് അതിൻ്റെ എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അത് ഇന്ത്യയിലെ തന്നെ പഴയതും ലോകത്തിലെ തന്നെ പഴയതുമായിട്ടുള്ളൊരു സൂ ആണ്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന സൂകളിൽ പെട്ടതാണ്. പിന്നെ ഇതിനകത്ത് 168ലധികം സ്പീഷീസ് ആയിട്ടുള്ള അവൈലബിൾ ആണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് കാഴ്ചകളുണ്ട്, പക്ഷികളും ഒരുപാട് തരം മൃഗങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാഴ്ചകളുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പറ്റിയ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾ ഒരു ഉച്ച സമയത്തൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അധികം റെസ്റ്റിലും ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള റെസ്റ്റിലും അങ്ങനെയുള്ള ഒരു സമയത്തൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം ദൂരത്തായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് മൃഗങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് അടുത്തായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പം അതിൽ വീഡിയോ എടുക്കാൻ പറ്റിയതൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ കാഴ്ചകളും വീഡിയോ എടുക്കുമ്പോൾ ഒരു രസമില്ലല്ലോ. അപ്പോൾ അത്തരം കാഴ്ചകളാണ്. കടുവകളും മൃഗങ്ങളൊക്കെ, കടുവയും ഇത് സിംഹത്തിൻ്റെ കൂടും കടുവയുടെ കൂടെ അവരൊക്കെ ഒരുപാട് ദൂരത്തായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ കാര്യമായിട്ട് കാണാൻ പറ്റിയൊരു സാധനം ഈ ഗോറില്ലേൻ്റെ ഈ ഒരു അറ്റാക്കിങ്ങും കാര്യങ്ങളും. ഒരു അണ്ണാൻകുട്ടി ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു ആക്ടിവിറ്റിയും അങ്ങനെ കുറച്ച് സമയത്തുള്ള ആക്ടിവിറ്റി ആയിരുന്നു. അതാണ് കാഴ്ചക്കാരിൽ കുറച്ചും കൂടെ ഒന്ന് ആനന്ദം ഉണ്ടാക്കിയൊരു കാഴ്ച എന്ന് എനിക്ക് തോന്നി. പൊതുവെ ആ സമയത്ത് എല്ലാവരും കുറച്ച് സംസാരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടാമൃഗങ്ങളും അങ്ങനെ ഇപ്പോൾ റൈനോ അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ചിലതൊക്കെ നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റി, ചിലതൊക്കെ ഒത്തിരി ദൂരെയായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ആനകൾ, ഇന്ത്യൻ ആയിട്ടുള്ള ഏഷ്യൻ ആനകളും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ആഫ്രിക്കൻ ആന ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിപ്പുലിയൊക്കെ അവിടെ കിടന്നിങ്ങനെ കുറച്ച് നേരം ആക്റ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു.
സെയിം ഇപ്പുറത്തെ കൂട്ടിലും ഒരു പുള്ളിപ്പുലി ഉണ്ട്. പക്ഷേ ആൾ അവിടെ റെസ്റ്റിലായിരുന്നു, കിടന്നുകൊണ്ടുണ്ട്. പക്ഷേ ആൾ കുറച്ചുകൂടെ നമ്മൾ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ വൃത്തിയിൽ ആളെ കാണാനൊക്കെ പറ്റി. ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ ഒത്തിരി ദൂരെയോ അല്ലെങ്കിൽ അങ്ങ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് തിരിഞ്ഞിരുന്നിട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇവരൊക്കെ കുറച്ച് അടുത്തായിരുന്നു. അതുപോലെ സീബ്രകളൊക്കെ ഒത്തിരി ദൂരത്തായിരുന്നു ഉണ്ടായിരുന്നത്, അടുത്തല്ല. അപ്പോൾ നമുക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു സീബ്രനൊക്കെ. ചിലതൊക്കെ സൂം ചെയ്തിട്ടാണ്. പിന്നെ ഇത് കരടിയുടെ കൂടായിരുന്നു. അവിടെയും ഇതിനകത്ത് ചെറിയൊരു കരടിയുണ്ട്. പിന്നെ ഒരു കരടി നിലത്തെന്തോ കുഴി ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു തൊട്ടിൽ ഒരു ഊഞ്ഞാൽ പോലത്തേനകത്തൊരു കരടി ഉണ്ട്. അത് കണ്ടിട്ട് കരടി കുഞ്ഞാണെന്ന് തോന്നുന്നു, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള. പിന്നെ മാനുകളൊക്കെ ഇഷ്ടം പോലെ, പല വെറൈറ്റി ഓഫ് മാനുകളും, പിന്നെ അതുപോലെ തന്നെ മുതലകൾ, പാമ്പുകളുടെ ഒരു ഏരിയ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഏരിയകളുണ്ട്. എല്ലാം ഒന്നും നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഏഷ്യൻ ആനകൾ, അതുപോലെ തന്നെ ആഫ്രിക്കൻ ആനയുണ്ട്. പക്ഷേ ആഫ്രിക്കൻ ആനനെ രണ്ട് സൈഡിലാണ് നിർത്തിയേക്കുന്നത്, ആണിനൊന്നും പെണ്ണിനെ വേറൊന്നുമായിട്ട്. അപ്പം അതൊക്കെ ഭയങ്കര അവശ്യനായിട്ടുള്ള പിന്നെ റൈനോസറുകളൊക്കെ ഭക്ഷണം കഴിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കുറച്ചും കൂടെ അടുത്തായതുകൊണ്ട് നമുക്ക് നല്ല വൃത്തിക്ക് അവരെ കാണാൻ പറ്റി. ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ ഒത്തിരി ദൂരെ, അതിനകത്ത് തന്നെ ഒന്ന് നിൽക്കുന്നത് ഒത്തിരി ദൂരെയാണ്. പക്ഷേ ഇതിന് ഭക്ഷണമൊക്കെ വെച്ചേക്കുന്നത് ആളുകളുടെ അടുത്തായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ അടുത്തുനിന്ന് അവനെ കാണാൻ പറ്റി. ചിലതൊക്കെ അഗ്രസീവായിട്ട് നമ്മൾ അടുത്തോട്ട് വരുന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വീഡിയോ വെക്കുന്ന സമയത്തും നോക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ആളുകൾക്കൊക്കെ അടുത്തോട്ടൊക്കെ വരുന്ന രീതിയിൽ. പിന്നെ ഒത്തിരി നടക്കാനുണ്ട്, നമ്മൾ നടന്ന് ക്ഷീണിക്കും ചിലപ്പോൾ, അത്രയും കാണാനൊക്കെ ഉണ്ട്. പിന്നെ പക്ഷികളായിട്ടും രീതിയിൽ, പിന്നെ ഒട്ടക പക്ഷികളും, അങ്ങനെ ഒരുപാട് നമ്മൾ കാണാത്തൊക്കെ രീതിയിലുള്ള പക്ഷികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് ഏറ്റവും അവസാനത്തതാണ് ജിറാഫ്. അപ്പോൾ ജിറാഫിനെ കണ്ടോടുകൂടെ പിന്നെ അതിനുള്ള കാഴ്ചകളൊക്കെ തീർന്നു. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പിന്നെ പാലസിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പം ഇവിടെ എത്തിയപ്പോഴേക്ക് തന്നെ എല്ലാവരും ഭയങ്കര ക്ഷീണിച്ചൊക്കെ ചെയ്തു. കാരണം അത്രയും നടന്നു, പിന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ ഒത്തിരി ലേറ്റായും ചെയ്തു, കാരണം 5 മണിയൊക്കെ ആകുമ്പോഴേക്ക് പാലസ് അടക്കും. അപ്പോഴേക്ക് പാലസിലോട്ട് എത്തും വേണം. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു.